എൻ്റെ ഗാർഡനിൽ ചെറിയൊരു മരമുണ്ട്. ആ മരത്തിൻ്റെ പ്രത്യേകത എന്നും ഫ്രൂട്ട്സ് ഇങ്ങനെ തന്നുകൊണ്ടിരിക്കും. അതാണിത്. ഈ കാണുന്ന ഫ്രൂട്ടിൻ്റെ പേരാണ് ലൂവി. സ്വീറ്റ് ലൂവി വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഫ്രൂട്ടാണത്. നമ്മൾ മധുരമുള്ള ലവലോലിക്കയുടെയൊക്കെ ലൂബിക്കയുടെയൊക്കെ അല്ലെങ്കിൽ റൂബിക്ക എന്നൊക്കെ വിളിക്കുന്ന ഫ്രൂട്ടിൻ്റെ മധുരമുള്ള വെറൈറ്റിയാണ് സ്വീറ്റ് ലൂവി. ഒരു മുന്തിരിയുടെ അത്ര വലുപ്പമുള്ള ഈ ഫ്രൂട്ട് പ്ലമ്മിൻ്റെ ടേസ്റ്റാണ് കഴിക്കാൻ. നല്ലോണം പഴുത്ത് കഴിഞ്ഞാൽ കഴിക്കാൻ നല്ല ടേസ്റ്റുള്ള ഒരു ഫ്രൂട്ടാണ് സ്വീറ്റ് ലൂവി. ഇതിൻ്റെ പ്രത്യേകത എല്ലാ സമയത്തും ഈ മരത്തിൽ ഫ്രൂട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കും. എല്ലാ സമയത്തും നമുക്ക് ഫ്രൂട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു ഇനമാണ്. ചെറുതായിരിക്കും, പക്ഷേ സ്വീറ്റ് ലൂവി വിഭാഗത്തിൽപ്പെടുന്ന വലിയ ഫ്രൂട്ടാണ് കേട്ടോ. ചെറിയൊരു ഐറ്റം വേറെയുണ്ട്, പക്ഷെ അതിനേക്കാളൊക്കെ നല്ലൊരു വെറൈറ്റിയാണ് ഈ കാണുന്ന ലൂവി. ഏകദേശം ഒരു 6 അടിയോളം ഹൈറ്റ് വരുന്ന ഈ തൈ വെച്ചിട്ട് വെറും 3 വർഷമായിട്ടുള്ളൂ. വെച്ച ആ വർഷം മുതൽ പൂവിട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഐറ്റാണത്. ഉമ്മർ ലൂവി എന്നും അതേപോലെ തന്നെ തായ്ലാൻഡ് ലൂവി എന്നും ഒക്കെ വിളിക്കുന്ന, ഐശ്വര്യ ലൂവി എന്നൊക്കെ വിളിക്കുന്ന ഒരു വിഭാഗമാണ് ഈ കാണുന്ന സ്വീറ്റ് ലൂവി. നന്നായിട്ട് ഫ്രൂട്ട് പിടിക്കുന്ന ഒരു വെറൈറ്റിയാണത്. എല്ലാ സമയത്തും ഫ്രൂട്ട് ഉണ്ടാവുമെന്ന് മാത്രമല്ല, പിടിക്കുന്ന കൊമ്പിലൊക്കെ നന്നായിട്ട് ഫ്രൂട്ട് പിടിക്കുന്ന ഒരു വെറൈറ്റിയാണത്. ഇങ്ങനെ കൊലകൊലയായിട്ട് ഫ്രൂട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കും. നമ്മളൊരു പ്ലാന്റ് വെച്ചാൽ നമുക്കൊരിക്കലും നഷ്ടമില്ലാത്ത, എന്നാൽ വലിയൊരു ഏരിയ ചുറ്റി പടരാത്ത ഒരു ഇനം കൂടിയാണിത്. അതുകൊണ്ട് ചെറിയൊരു സ്പേസിൽ തന്നെ നമുക്ക് ഈ പ്ലാന്റ് നിർത്താൻ പറ്റും. ഭയങ്കര വെയിലത്തൊന്നും നിർത്തണമെന്നില്ല, ഒരു മീഡിയം വെയിൽ കിട്ടിയാൽ മതി. നല്ല മുറ്റത്ത് വല്ല മരത്തിൻ്റെയൊക്കെ സൈഡിലൊക്കെ വെച്ചാലൊക്കെ നമുക്ക് ഫ്രൂട്ട് കിട്ടുന്ന ഒരു ഇനമാണ് ഈ പറയുന്ന സ്വീറ്റ് ലൂവി എന്ന് പറയുന്ന വെറൈറ്റി. ഇതിൽ തന്നെ കണ്ട ഒരു ബാച്ച് ഫ്രൂട്ട് പഴുത്ത് വരുമ്പോൾ വേറൊരു ബാച്ച് സൈസ് ചെറിയ ഫ്രൂട്ടുണ്ട്. അതോടൊപ്പം തന്നെ അടുത്ത ബാച്ച് ഫ്ലവർ വന്നിട്ടുമുണ്ട്. എന്ന് പറഞ്ഞാൽ നമുക്ക് 365 ദിവസം ഇതിൽ ഫ്രൂട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കും. കഴിക്കാൻ അപാര ടേസ്റ്റാണ്. ഇങ്ങനെ പഴുക്കണമെന്ന് മാത്രം. നല്ല ഡാർക്ക് ഷെയ്ഡിലേക്ക് വന്നാൽ കഴിക്കാൻ നല്ല ടേസ്റ്റുള്ള ഫ്രൂട്ടാണ് സ്വീറ്റ് ലൂവി എന്ന് പറയുന്നത്. ഡാർക്ക് കളറിലേക്ക് വരണം. ഇനിയും ഒന്നും കൂടി ഡാർക്ക് ആവാനുണ്ട്. ശരിക്കും അപ്പോഴാണ് ഇതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടുക. ഇങ്ങനെ നിറയെ ഫ്രൂട്ട് പിടിക്കുന്ന ഒരു വെറൈറ്റിയാണ് സ്വീറ്റ് ലൂവി. കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന, കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഫ്രൂട്ട് തന്നെയാണ് ഇത്. അപ്പം ഇങ്ങനെ നമുക്ക് എപ്പോഴും ഫ്രൂട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു വെറൈറ്റിയാണ് ലൂവി. അപ്പം അങ്ങനെ നമുക്ക് എന്നും ഫ്രൂട്ട് തരുന്ന ഒരു വെറൈറ്റിയാണ് ഈ കാണുന്ന സ്വീറ്റ് ലൂവി. ഇങ്ങനെ നടക്കുമ്പോൾ, നമുക്ക് പറമ്പിലൂടെ നടക്കുമ്പോൾ എപ്പോഴും നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു വെറൈറ്റി. കഴിച്ചു നോക്കണേ, വേണം കഴിച്ചു നോക്കാം. കണ്ടോ, ഇതിൻ്റെ ഉൾവശം കണ്ടോ, നല്ല മധുരമാണ്. ഒന്നും വേസ്റ്റ് ഇല്ല ഇതിൽ. എല്ലാം കഴിക്കാൻ പറ്റുന്ന ചെറിയ സീഡാണ്, അതുകൊണ്ട് തന്നെ കുഴപ്പമൊന്നുമില്ല. ഒരു തരിമ്പും പുളിയില്ലാത്ത നല്ല മധുരമുള്ള വെറൈറ്റിയാണ് ഈ കാണുന്ന സ്വീറ്റ് ലൂവി. നമ്മളൊരു ഫ്രണ്ട് വരുന്നുണ്ട്, അപ്പോൾ എനിക്ക് ഞാൻ ഈ ഫ്രൂട്ടൊന്ന് കൊടുത്തിട്ട് ടേസ്റ്റ് ഒന്ന് നോക്കാം. സജീഷ് എങ്ങോട്ട് പോരേ?
തൊലിയൊന്നും കളയണ്ട, നേരെ കഴിച്ചോ. അതെ, ടേസ്റ്റ് എങ്ങനെയുണ്ട് സജീഷേ? ടേസ്റ്റ് അടിപൊളി ടേസ്റ്റാണ്. ഒരു വെറൈറ്റി ഫ്രൂട്ട്സിൻ്റെ മധുരമുണ്ടോ? മധുരമുണ്ട്. സ്വീറ്റ് ലൂവി അറിയാത്ത ഫ്രൂട്ടൊന്നുമല്ല, ആൾക്കാർക്ക് എല്ലാവർക്കും അറിയുന്ന, ഒരുവിധം ആൾക്കാർക്കൊക്കെ ലൂവിക്ക് അറിയാലോ. അത് ഭയങ്കര പുളിയാണല്ലോ, അച്ചാറിടുന്ന ലവലോലിക്ക എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതിൻ്റെ തന്നെ നല്ല മധുരമുള്ളൊരു വെറൈറ്റിയാണ്. എന്നുവെച്ചാൽ ഒരു തരിമ്പ് പോലും നമുക്ക് കളയാനില്ല. അതിൻ്റെ തോലും അതിൻ്റെ സീഡും എല്ലാം കൂടെ നമുക്ക് വിഴുങ്ങി കഴിക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റിയാണ്. ചെറിയ സീഡാണ്, അതുകൊണ്ട് ഇറങ്ങിപ്പോകണമെന്ന് നമ്മൾ അറിയില്ല. അപ്പോൾ ഈ പ്ലാന്റിൻ്റെ ഗ്രാഫ്റ്റ് തൈകൾ നമ്മുടെ കയ്യിലുണ്ട്. നല്ല അടിപൊളി ഹെൽത്തി ആയിട്ടുള്ള തൈകളുണ്ട്. അതിൻ്റെ വീഡിയോ ഞാൻ കാണിച്ചു തരാം. നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകളുണ്ട്, ഗ്രാഫ്റ്റ് ചെയ്ത തൈകളാണ്. ഇതിന് തൈ വെച്ചാൽ ഏകദേശം 1 കൊല്ലം കൊണ്ട് തന്നെ നമുക്ക് ഫ്രൂട്ട് കിട്ടും. പെട്ടെന്ന് ഫ്രൂട്ട് ഉണ്ടാകുന്ന വെറൈറ്റിയാണ് സ്വീറ്റ് ലൂവി. ഗ്രാഫ്റ്റ് ചെയ്ത തൈകളാണ്. ഇങ്ങനെ അടിയിൽ നിന്ന് വരുന്ന ബഡൊക്കെ നമ്മൾ പൊട്ടിച്ചു കൊടുക്കണം. അപ്പോൾ തൈകൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ നമ്പർ കൊടുക്കാം, കോണ്ടാക്ട് ചെയ്യാം. ഇന്ത്യയിൽ എവിടെയും നമ്മൾ എത്തിച്ചു കൊടുക്കും, കൊറിയർ വഴി അയച്ചു കൊടുക്കാൻ പറ്റും. ഇനി അതല്ല നേരിട്ട് വന്ന് കളക്ട് ചെയ്യണമെങ്കിൽ വിളിച്ചാൽ മതി. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ബൈ.